ട്രെയിനിൽ ടി.ടി.ഇക്ക് മർദ്ദനം. മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലെ ടി.ടി.ഇക്കാണ് മർദ്ദനമേറ്റത്. ടിക്കറ്റ് ഇല്ലാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തയാളാണ് മർദ്ദിച്ചത്. വിവരങ്ങളുമായി മേഘ ചേരുകയാണ്. മേഘ, ഈ ടി.ടി.മാർക്കെതിരായ അക്രമം ട്രെയിനിൽ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് വന്നത്. ഇപ്പോൾ മാവേലി എക്സ്പ്രസിലും ടി.ടി.ഇക്ക് മർദ്ദനമേറ്റിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? മനു, അടുത്തിടെയായി ടി.ടിക്ക് ട്രെയിനിൽ മർദ്ദനമേറ്റുന്ന വാർത്ത പതിവായി മാറുകയാണ്. ഇന്നലെ രാത്രിയാണ് മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലെ ടി.ടിക്ക് മർദ്ദനം ഏറ്റത്. ടിക്കറ്റ് ഇല്ലാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത ആളാണ് മർദ്ദിച്ചത്. ഈ രാജസ്ഥാൻ സ്വദേശിയായ ടി.ടി വിക്രം കുമാർ മീണയ്ക്ക് ഈ ആളുടെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയും നിലവിൽ ഷൊർണൂർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. തിരൂരിനടുത്ത് വെച്ചാണ് ഇന്നലെ രാത്രി സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും കോഴിക്കോട് റെയിൽവേ പോലീസ് ഇയാളെ പ്രതിയെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. കണ്ടാൽ അറിയാവുന്ന യാത്രക്കാരനെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഇതുവരെ CCTV ആളുകൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ അത് കൂടുതൽ വ്യക്തമായാൽ പ്രതിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. മനു, ടി.ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന് വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? അതായത് അദ്ദേഹത്തിന് കഴുത്തിലും കൈക്കുമൊക്കെ തന്നെയും പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല. കാരണം അതിനിടയ്ക്ക് തന്നെ മർദ്ദന ഏൽക്കുന്ന സമയത്ത് തന്നെ ആളുകൾ ഇടപെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ അദ്ദേഹം ഷൊർണൂരിലെ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. മനു, ഈ കോഴിക്കോട് ഭാഗത്ത് വെച്ചാണോ ഈ സംഭവം നടന്നത്? മനു, തിരൂരിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. അതായത് കോഴിക്കോട് പാസ് ചെയ്തിരുന്നു മാവേലി എക്സ്പ്രസ്. അതിന് പിന്നാലെ തിരൂരിൽ എത്തുമ്പോഴാണ് ഈ രാത്രിയിൽ മർദ്ദനം ഏൽക്കുന്നത്. ടി.ടിക്ക് റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ഒരാൾ ടിക്കറ്റ് ഇല്ലാതെ കടന്നു കയറുന്നു. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇയാൾ ടി.ടിയെ മർദ്ദിച്ചത്. ഏതായാലും ആരാണ് ഈ മർദ്ദിച്ചത് എന്നത് വ്യക്തമായിട്ടില്ല. കോഴിക്കോട് റെയിൽവേ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. മേഘ, ഈ ടി.ടിമാർക്കെതിരെ അതിക്രമങ്ങൾ പതിവായ സാഹചര്യത്തിൽ ട്രെയിനിലെ സുരക്ഷ വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ടി.ടിമാർക്ക് മാത്രമല്ല റെയിൽ യാത്രക്കാർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ട്രെയിനുകളിൽ പലപ്പോഴും നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ഘട്ടങ്ങളിലൊക്കെ റെയിൽവേ പറയാറുള്ളത് ട്രെയിനിലെ സുരക്ഷ വർദ്ധിപ്പിക്കും എന്നൊക്കെയാണല്ലോ. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ വീണ്ടും വീണ്ടും ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? മനു, അതായത് നമുക്കറിയാം എലത്തൂർ ട്രെയിൻ തീവെപ്പ് ഉൾപ്പെടെ ട്രെയിനിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ട്രെയിനിലെ യാത്രക്കാരുടെ സുരക്ഷയെ കുറിച്ച് വലിയ തരത്തിൽ ചർച്ചാ വിഷയമായിരുന്നു. ഓരോ കമ്പാർട്ട്മെന്റിലടക്കം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം എന്നൊരു തീരുമാനമൊക്കെ തന്നെയും എടുത്തിരുന്നു. പക്ഷേ ഈ റെയിൽവേയിലെ ആർപിഎസിന്റെ ഉൾപ്പെടെ എണ്ണം കുറവായതിനാൽ അത് പലയിടങ്ങളിലും പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. അത് തന്നെയാണ് ഇത്തരം അക്രമങ്ങൾ കൂടുന്നതിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. കാരണം ഈ ടി.ടിക്ക് നേരെ ഉണ്ടായ ആക്രമണം എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഒരു 2 മാസം മുൻപ് തന്നെ ഒരു ടി.ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുന്ന സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ അതിന് പിന്നാലെയും സുരക്ഷ കർശനമാക്കുന്ന നടപടി ഒന്നും തന്നെയും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സ്റ്റാഫുകളുടെ എണ്ണത്തിലെ കുറവ് എന്നതാണ് ഈ എലത്തൂർ ട്രെയിൻ തീവെപ്പ് ഉൾപ്പെടെ ഉണ്ടായപ്പോൾ റെയിൽവേ നൽകിയിരുന്ന വിശദീകരണം. എന്നാൽ അതിന് പിന്നാലെ ഒരു നടപടിയും നിലവിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും മാവേലി എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന, കാരണം കഴിഞ്ഞ ദിവസം ശനി ഞായർ ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ആളുകൾ തന്നെയും ഉണ്ടാവും. അതുകൊണ്ട് വലിയ തിരക്കുണ്ടായ ഒരു സാഹചര്യം കൂടി ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്നാണ് റിസർവേഷൻ കമ്പാർട്ട്മെന്റിലെ പരിശോധനയ്ക്കിടെ ഈ ടി.ടിക്ക് ആക്രമണം ഏൽക്കുന്നത്. മനു, ശരി. മേഘയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മാവേലി എക്സ്പ്രസിൽ ടി.ടിക്ക് മർദ്ദനമേറ്റിരിക്കുന്നു. കോഴിക്കോടിനും ഷൊർണൂരിനും ഇടയിൽ തിരൂരിൽ വച്ചാണ് ഈ സംഭവം നടന്നതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ടി.ടി ഷൊർണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളാണ് മേഘ നൽകിയത്.